പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ചുവന്ന പരവതാനി വിരിച്ച് വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ ട്രംപ് ഉച്ചവിരുന്നും നൽകും. ട്രംപിന്റെ നീക്കം ഇന്ത്യക്കുള്ള മറുപടിയാണെന്നും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്രം തകർന്നെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. പെഹൽഗാം ഭീകരാക്രമണവും അതിന് മറുപടി നൽകാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറുമൊക്കെ വലിയ ചർച്ചയാകുമ്പോഴാണ് പാക് സൈനിക മേധാവി അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വീകരണം. വൈറ്റ് ഹൗസിൽ ഉച്ചവിരുന്നോടെയാണ് ട്രംപ് അസീം മുനീർ കൂടിക്കാഴ്ച. സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അസീം മുനീർ അമേരിക്കയിലെത്തിയത്. അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തുല്യ സുഹൃത്തുക്കളെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന് ഒരു വശത്ത് പറയുന്ന ട്രംപ് ഭരണകൂടം തന്നെയാണ് മറുവശത്ത് അസീം മുനീറിനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുന്നത്. അസീം മുനീർ ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യക്കുള്ള മറുപടിയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള നയതന്ത്രം തകർന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലും ട്രംപ് അസീം മുനീർ കൂടിക്കാഴ്ച നിർണായകമാണ്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ആണവ രാജ്യമാണ് പാകിസ്ഥാൻ. കീഴടങ്ങലിനായി ഇറാന് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണി ഇറാൻ തള്ളുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ അയൽരാജ്യമായ പാകിസ്ഥാനെ കൂടെ നിർത്താനുള്ള നീക്കം കൂടിയാണ് വൈറ്റ് ഹൗസിലെ ഉച്ചവിരുന്ന്. PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.